നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? We request you all to rise up from your seat for lamp lighting ceremony. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. സർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മ ഇതിൽ കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ CM കളക്ടറുടെ റിപ്പോർട്ടിനുള്ള AGയുടെ നിയമോപദേശം മറച്ചുവെച്ചു എന്നാണ് CPIയുടെ ആരോപണം. നിങ്ങൾ ഇവരെ സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ക്യാമറ കിട്ടില്ല. എന്ത് പറഞ്ഞതാണെന്ന് കടക്ക് പുറത്ത്. സഹകരണ ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച ഹെഡ് ഓഫീസിന്റെ കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അടുത്തതായി ഉപഹാര വിതരണമാണ്. ഈ കെട്ടിടത്തിന്റെ എഞ്ചിനീയർമാരായ ശരത് കിഷോർ, ദിജേഷ്, ശ്യാംലാൽ, അതുപോലെ തന്നെ കരാറുകാരൻ ഉദയൻ തെരുവത്ത് എന്നിവർക്കുള്ള ഉപഹാരം എന്റെ വാചകം അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയങ്കരനായ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. അതൊന്നൊരു ശരിയായ ഏർപ്പാടല്ല. ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ അനൗൺസ് ചെയ്യുന്നത്. സഭാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എല്ലാവർക്കും നല്ല നിലക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇനിയൊരു ചോദ്യമില്ല. ഒരു ചോദ്യമില്ല. അവസാനിച്ചു. ചോദ്യം ഇനിയില്ല. ഞാൻ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്ക് ഒന്നും സംസാരിക്കാതെ ഇറങ്ങി പോകേണ്ടതായിട്ടില്ല. ഈ ചടങ്ങ് നിർവഹിക്കണമെങ്കിൽ ആ ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് ആരംഭിക്കാം. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വാങ്ങുവാൻ സാധിക്കുന്ന വിധത്തിൽ ഓൺലൈൻ വഴി വിതരണം ചെയ്യുന്നതിന് വെബ്സൈറ്റ് സ്റ്റോർ തയ്യാറാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അതിന് പ്രശ്നമില്ല. എപ്പോഴും
ആളുകളെ വിളിച്ചു ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി മാറി. റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല, താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം.